ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. നമ്മൾ ഒരുപാട് ദിവസമായി റേഷൻ കാർഡിൻ്റെ മസ്റ്ററിങ്ങിൻ്റെ പുറകെയായിരുന്നു അല്ലേ. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്കുള്ള റേഷൻ മസ്റ്ററിങ്ങിൻ്റെ കാര്യങ്ങളായിരുന്നു നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഷോർട്സ് ആയിട്ടും വീഡിയോസ് ആയിട്ടും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക. നിങ്ങളെ വേണ്ടപ്പെട്ടവരിലേക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റേഷൻ കാർഡിൽ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള ഒരു സംവിധാനം റേഷൻ കടകളിൽ തന്നെ ഒരുങ്ങിയിരിക്കുന്നു എന്നൊരു ഇൻഫർമേഷനാണ്. അതായത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ഒരു തെളിമ എന്ന പദ്ധതി പ്രകാരമാണ് റേഷൻ കടകളിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ തിരുത്താൻ, നമ്മുടെ റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും അതുപോലെ നമുക്ക് പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനും ഉള്ള അവസരം ഒരുങ്ങുന്നത്. അത് ഡിസംബർ 15 വരെയാണ് ഈ അവസരം ഉള്ളത്. അപ്പം നമുക്ക് ആ ഡീറ്റെയിൽ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. റേഷൻ കാർഡിലെ തെറ്റു തിരുത്താൻ തെളിമ എന്ന പദ്ധതി. അപേക്ഷകൾ ഡിസംബർ 15 വരെ നൽകാം. റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും റേഷൻ കടകളിലും അവസരം. ഇതിനായി പൊതുവിതരണ വകുപ്പ് തെളിമ പദ്ധതിയുടെ ഭാഗമായി റേഷൻ കടകളിൽ പ്രത്യേക പെട്ടികൾ ഒരുക്കി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ഓൺലൈനിലെ സാങ്കേതിക പ്രശ്നങ്ങൾ മറികടന്ന് ഗുണഭോക്താക്കൾക്ക് വളരെ ലളിതമായി അപേക്ഷകൾ നൽകാൻ വേണ്ടിയാണ് ഈ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. റേഷൻ കാർഡ് അംഗങ്ങളുടെയും ഉടമകളുടെയും പേര്, വയസ്സ്, മേൽവിലാസം, കാർഡുടമയുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്താം. പാചകവാതക കണക്ഷൻ, വൈദ്യുതി കണക്ഷൻ എന്നിവയുടെ വിവരങ്ങളും ചേർക്കാം. അനർഹമായി കൈവശം വച്ചിരിക്കുന്ന മുൻഗണന, അന്ത്യോദയ അന്ന യോജന, പിങ്ക് കാർഡുകളെക്കുറിച്ചുള്ള വിവരം നൽകാനും അവസരമുണ്ട്. തെറ്റു തിരുത്തുന്നതിനും കൂട്ടിച്ചേർക്കലുകൾക്കും ആവശ്യമായി വരുന്ന രേഖകളും അപേക്ഷയോടൊപ്പം പെട്ടിയിൽ നിക്ഷേപിക്കണം. ഓരോ ആഴ്ച കൂടുമ്പോൾ പെട്ടിയിലെ അപേക്ഷകൾ പരിശോധിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസുകൾ മുഖാന്തരം കാർഡുകൾ പുതുക്കി നൽകും. ഡിസംബർ 15 വരെ അപേക്ഷ നൽകാം. അപ്പം റേഷൻ കടകളിലെ നമുക്ക് നമ്മുടെ റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്തുക മാത്രമല്ല, പുതുതായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും അവസരമുണ്ട്. അതുപോലെ നമ്മുടെ കാർഡ്, കൈവശമുള്ള കാർഡുകൾ മുൻഗണനാ കാർഡുകളാണെങ്കിൽ നമ്മൾ ആ മുൻഗണനാ വിഭാഗത്തിൽ പെടുന്നവരല്ലെങ്കിൽ സ്വമേധയാ നമുക്ക് ആ കാർഡ് മാറ്റിത്തരാനും അപേക്ഷ നൽകാവുന്നതാണ് കേട്ടോ. അതുപോലെ മുൻഗണനാ കാർഡുകളിൽ അല്ലാത്തപ്പെടുന്ന ആളുകൾക്ക് മുൻഗണനാ കാർഡ് വേണമെങ്കിലും അതിലേക്ക് മാറ്റുന്നതിനും ഉള്ള അപേക്ഷ ഇതിലൂടെ നൽകാവുന്നതാണ്. ഇതിനെല്ലാം ബന്ധപ്പെട്ട രേഖകൾ കൂടി നമ്മുടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണമെന്നും പറയുന്നുണ്ട്. അതുപോലെ കാർഡുടമയും അംഗങ്ങളുടെയും പേര്, വയസ്സ്, മേൽവിലാസം, കാർഡുടമയുമായുള്ള ബന്ധം എന്നിവയിലെല്ലാം എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ഈ രീതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ട് ശരിയാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ സാധാരണ അക്ഷയ സെൻ്ററുകളിലും കസ്റ്റമർ സർവീസ് സെൻ്ററുകളിലും ഒക്കെയാണ് അപേക്ഷ നൽകാനായിട്ട് പോവുക. അപ്പം അതിൻ്റെ എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടാകുമ്പം ഒരുപാട് അപേക്ഷകൾ നമുക്ക് നൽകാനുള്ള സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ തന്നെ ഇപ്പം ഓൺലൈൻ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള റേഷൻ മസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുള്ളതുകൊണ്ട് പല തവണയായിട്ട് അതിൻ്റെ ഡേറ്റ് നീട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നവംബർ 30 വരെ അതിൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള സാങ്കേതിക പ്രശ്നങ്ങളും കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു തെളിമ പദ്ധതി പ്രകാരം റേഷൻ കടകളിൽ ഒരു ഡ്രോപ്പ് ഔട്ട് ബോക്സ് നിക്ഷേപിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അവസരം എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെയാണ് ഉള്ളതെങ്കിൽ, റേഷൻ കാർഡിൽ ഉള്ളതെങ്കിൽ നമുക്ക് ഇതുവഴി അത് തിരുത്താനുള്ള അവസരമുണ്ട്. പിന്നെ ഓൺലൈനിലൊന്നും പോയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. നമ്മളതിൻ്റെ ഡീറ്റെയിൽസും റേഷൻ കാർഡിൻ്റെ കോപ്പിയും അതുപോലെ തെറ്റുതിരുത്തുന്നതിന് ആവശ്യമായ കോപ്പികളും എല്ലാം അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് അത് തിരുത്തി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ പാചകവാതക കണക്ഷൻ, വൈദ്യുതി കണക്ഷൻ എന്നിവയുടെ വിവരങ്ങളും ഇതിലൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ നമുക്ക് വളരെയധികം ഉപകാരമുള്ള കാര്യമാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും എല്ലാം ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പം ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റുമായി വീണ്ടും കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.